whom the disciple whom Jesus loved. ഓക്കെ, അപ്പം എന്താണ് യേശുക്രിസ്തു ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ എന്നുള്ളത് യോഹന്നാന്റെ ഗോസ്പലിൽ തന്നെ നമുക്ക് ആ വാക്യം കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ദർ ആർ ഫ്രീക്വന്റ് റെഫറൻസസ് ടു ഹിം at the crucifixion and resurrection also he can see him. Even in Acts also he appears in different places. Acts chapter 3 verse 1, 11, 4, 13, then 8, 14 and all those portions. And also Paul is referring to his meeting with him in Jerusalem. Jerusalemil എന്താണ് ഗലാത്യലേഖനം 2-ാം അധ്യായത്തിന് 9-ാം വാക്യം വായിക്കുമ്പോൾ ബുക്ക് ഓഫ് ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 9 എന്താ കാണിക്കുന്നത്? പൗലോസ് അവിടെ റെഫർ ചെയ്യുന്നുണ്ട് യെരുശലേമിൽ വെച്ച് ഈ ജോണിനെ താൻ കണ്ടുമുട്ടിയതായിട്ട് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അഗെയിൻ ഇൻ Revelation chapter 1 verse 9, Revelation chapter 1 verse 9, we are reading that John himself, he's telling that of his banishment to Patmos, after which the Bible is silent about his whereabouts. Okay, let's read that one also. Revelation 1:9. Revelation 1:9. I, John, your brother and companion in the suffering and kingdom and patient endurance that are ours in Jesus, was on the island of Patmos because of the word of God and the testimony of Jesus. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ജോൺ ഇൻ ഹിസ് ഓൺ ബുക്ക് മീൻസ് in the book of Revelation in chapter 1 verse 9 he is himself telling that about his banishment to Patmos. പത്മോസിലേക്ക് തന്നെ നാട് കടത്തിയതിനെ കുറിച്ച് ഇവിടെ ഈ വാക്യത്തിൽ വ്യക്തമായിട്ട് താൻ തന്നെ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആഫ്റ്റർ വിച്ച് ദ ബൈബിൾ ഈസ് സൈലന്റ് അബൌട്ട് ഹിസ് വെയർഅബൌട്ട്സ്. ഓക്കെ, എന്താണെന്ന് പറഞ്ഞാൽ അതിനുശേഷമായിട്ട് യോഹന്നാൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് there is some historical evidences that he lived maybe after the Patmos experience also. And also it is believed that John was 89 years old, elderly man, while he was exiled or banished to the island of Patmos. പത്മോസിലോട്ട് താൻ പോകുന്ന സമയത്ത് ഏകദേശം 89 വയസ്സുള്ള ഒരു വൃദ്ധനായിട്ടാണ് ഒരു വയോധികൻ യെസ് 89 ഇയേഴ്സ് ഓൾഡ് ഉള്ള അല്ലെങ്കിൽ ഒരു എൽഡർലി മാൻ ആയിട്ടാണ് ആ സമയത്താണ് പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഡ്യൂറിങ് ദ ടൈം ഓഫ് റോമൻ എംപറർ ഡൊമിഷ്യൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തിയുടെ കാലത്താണ് ഈ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആൻഡ് അഗെയിൻ we believe that he was arrested by the Roman government while he was ministering in Ephesus. എഫെസോസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് താൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് റോമൻ ഗവൺമെന്റ് തന്നെ അറസ്റ്റ് ചെയ്യുന്നതും പത്മോസിലേക്ക് നാട് കടത്തുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നു. ഇനി ഹിസ്റ്ററി പറയുന്നത് പത്മോസിൽ നിന്നും വന്നതിന് ശേഷമായിട്ട് വീണ്ടും എഫെസോസിൽ മടങ്ങി വന്നു എന്നും അവിടെ വീണ്ടും കുറച്ച് നാളും കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. There is no evidence in the Bible for that. Okay, at the same time, the history says that then he had to go through many persecutions, like he was thrown into the burner of boiled oil. എന്താണ് ഈ തിളച്ച എണ്ണയ്ക്കകത്തേക്ക് അവനെ ഇടുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. But he was delivered from all those turmoils and then he was banished to the island of Patmos by the emperor of Domitian. So while he was living in a cave or tunnel, he received many dreams and revelations from God about Jesus and also about 7 churches in Asia Minor and the eschatological prophecies. അങ്ങനെ ആ പത്മോസിലെ ഒരു പ്രത്യേക കേവില് ആയിരിക്കുന്ന സമയത്താണ് ഈ തനിക്ക് ഈ വെളിപ്പാടുകളെല്ലാം ലഭിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. He was receiving all the dreams and visions and revelations about God, Jesus Christ, and also about 7 ചർച്ചസിനെ കുറിച്ചും യേശു ക്രിസ്തുവിനെ കുറിച്ചും അല്ലെങ്കിൽ എസ്കറ്റോളജിക്കൽ പ്രോസസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഭാവിയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, യുഗാന്ത്യ കാലഘട്ടങ്ങളെക്കുറിച്ച് അന്ത്യകാലത്തെക്കുറിച്ചെല്ലാം തനിക്ക് വെളിപ്പാടുകൾ ലഭിച്ചുവെന്നും
അത് ക്രമേണ എഴുതി എല്ലാ സഭകൾക്കും കൊടുത്തു എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. Now we will go to the place of writing. Place of writing. So the place of writing, you can see two pictures in the slide. So if you go through that, you will get an idea about how Patmos was on those days. Like, the place of writing is the island of Patmos, that is in Greece. It is said that there are around 2,000 islands in Greece. ഈ ഗ്രീസിൽ തന്നെ 2000-ഓളം ഐലൻഡുകൾ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈവൻ ഇൻ ദീസ് 2,000 islands, only in 200 islands there are people living. ഈ 2000 ഐലൻഡുകൾ ഉണ്ടെങ്കിലും 2000 ദ്വീപുകൾ ഉണ്ടെങ്കിലും ഏകദേശം 200 ദ്വീപുകളിൽ മാത്രമേ ആൾതാമസം ഉള്ളൂ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ബട്ട് ദ ഐലൻഡ് ഓഫ് പത്മോസ്, during the time of the Roman Empire, the government used to send the criminals as prisoners. ഇപ്പോൾ റോമൻ എംപയറിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ റോമൻ ചക്രവർത്തിമാരുടെ കാലഘട്ടങ്ങളിൽ ഒത്തിരി ക്രിമിനൽസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി കുറ്റവാളികളായിട്ടുള്ള ആൾക്കാരെ പ്രിസണേഴ്സ് ആയിട്ട് തടവറയിലേക്ക് തടവുകാരായിട്ട് അയച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു പത്മോസ് എന്ന് പറയുന്നത്. കാരണം ആ പത്മോസിൽ ചെന്ന് പെട്ടാൽ പിന്നെ അവിടുന്ന് മടങ്ങി വരാനായിട്ട് ഒരു രക്ഷയുമില്ലാത്ത ഒരു സ്ഥലമായിട്ടാണ്, അവിടുന്ന് പോകാൻ പറ്റത്തില്ലാത്ത ഒരിടത്തേക്കാണ് അവരെ കൊണ്ടുവിടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് വാസ് എ ജയിൽ ആക്ച്വലി. ദിസ് ഐലൻഡ് വാസ് ജസ്റ്റ് ലൈക്ക് എ ജയിൽ from which no one could escape. So that was the reason that Apostle John also was banished to the island of Patmos. And you can see the present picture of the island of Patmos in the screen now. And a small explanation about the island of Patmos are given there. Patmos was a small island and it was a rocky place. ഒരു പാറ കെട്ടുകൾ നിറഞ്ഞതായിരിക്കുന്ന ഒരു ഐലൻഡ് ആയിരുന്നു എന്നും ഒരു ചെറിയൊരു ഐലൻഡ് ആയിരുന്നു എന്നും നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. The island of Patmos is 50 miles away from the coast of Turkey. ടർക്കിയിൽ നിന്ന്, ടർക്കിയുടെ തീരപ്രദേശത്ത് നിന്ന് ഒരു 50 മൈൽ ദൂരത്തിലാണ് ഈ പത്മോസ് സ്ഥിതി ചെയ്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് സറൗണ്ടഡ് ബൈ വാട്ടർ. മൊത്തം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഐലൻഡായിട്ട് പത്മോസിനെ നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഈവൻ the cave in which he was receiving the visions is presently modified and renovated, and it is decorated, and it is named as the Cave of Apocalypse. It is in Greek. Apocalypse is a Greek name, or Cave of Revelation. എന്താണ്, ഒരു വെളിപ്പാടുകളുടെ ഗുഹ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. സോ ഇവിടെ ഇപ്പം നമ്മുടെ പല പ്രിയപ്പെട്ടവരും ഈ കഴിഞ്ഞ ദിവസങ്ങളിലും അതിനു മുമ്പും ഒക്കെ ആ സ്ഥലമൊക്കെ പോയി കണ്ടിട്ടുള്ളവരുണ്ട്. അവർക്കൊക്കെ ഇത് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. There are many families already visited these places, Rome and Italy, all these places. So you could know more about all these, the places and the cities. How is the situation today? The places where we mention, John was mentioning in the book of Revelation. Okay, so even though it is decorated today, അല്ലെ, ഇപ്പം മോഡിഫൈ ചെയ്തിട്ട് എന്താണ് പത്മോസിൽ യോഹന്നാൻ കിടന്നായിരിക്കുന്ന കേവ്, ആ ഗുഹ ഇപ്പോൾ മോഡിഫൈ ചെയ്ത് ഒത്തിരി സൂപ്പർ ആക്കിയിട്ടൊക്കെ നല്ലതായിട്ട് ഇട്ടിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, കാണാനായിട്ട് ഒത്തിരി ടൂറിസ്റ്റ് ഒക്കെ വരുന്നുണ്ട് കാണാനായിട്ട്. സോ ദാറ്റ് കേവ് ഈസ് നോൺ ആസ് ദ കേവ് ഓഫ് അപ്പക്കാലിപ്സ് ടുഡേ, ഓർ കേവ് ഓഫ് റെവലേഷൻ. ഒരു വെളിപ്പാടുകളുടെ ഗുഹയെന്നാണ് അതിനിപ്പോൾ അറിയപ്പെടുന്നത്. ആൻഡ് ദാറ്റ് ഈസ് സ്റ്റിൽ ഓപ്പൺ ഫോർ ദ tourist people, and it's a place of pilgrimage now, and usually many pilgrims visited that place in the evening, and in the previous days. So you can see the picture of that present cave in the screen also now today. And also history is saying that AD 96, in AD 96 Domitian died, and the next Roman emperor was Nerva, and in his period John was released from the Patmos and came back to Ephesus. That's what I said earlier also. AD 96 ഈ അപ്പോസ്തലൻ യോഹന്നാനെ അവിടുന്ന് പത്മോസിൽ നിന്നും നെർവ എന്ന് പറയുന്ന റോമൻ എംപറർ മടക്കി കൊണ്ടുവന്നെന്നും അതിനുശേഷമായിട്ട് എഫസോസിലേക്ക് മടങ്ങിയെത്തിയെന്നും ഒക്കെയുള്ള ഒരു വിശ്വാസമുണ്ട്. ഹിസ്റ്റോറിക്കലി അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ദർ ഇസ് നോ ബിബ്ലിക്കൽ റെഫറൻസസ് ഫോർ
this thing, but it's from history only. Okay. So we will go to the readers of the book. ആരൊക്കെയാണ് ഈ പുസ്തകം വായിച്ചിരുന്നത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയിരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. റീഡേഴ്സ് ഓഫ് ദ ബുക്ക്. The readers of this book primarily are the 7 churches. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് 7 ചർച്ചുകൾക്ക് വേണ്ടിയാണ്. പ്രൈമർലി നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, 7 സഭകൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. ഓക്കെ. സോ ദോസ് 7 churches were in Asia Minor. What is Asia Minor? Asia Minor is a smaller western part of the larger continent of Asia. ഏഷ്യയിലുള്ളതായിരിക്കുന്ന ഒരു ചെറിയ വെസ്റ്റേൺ പാർട്ടാണ്, ഒരു വലിയ കോണ്ടിനെന്റിന്റെ ഒരു ചെറിയ ഒരു വെസ്റ്റേൺ പാർട്ടായിട്ടുള്ളൊരു സ്ഥലമാണ് ഏഷ്യ മൈനർ എന്ന് പറഞ്ഞ്. ഇന്നിപ്പോൾ അത് അറിയപ്പെടുന്നത് ഏരിയ ഈസ് അണ്ടർ ദി ടർക്കി. ടർക്കിയിലാണത് നമ്മൾ ഇന്നിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ ടർക്കിയിലൊക്കെ പോകുമ്പോൾ ഈ സ്ഥലമൊക്കെ സന്ദർശിക്കാനായിട്ട് പോകാറുള്ളത്. ആൻഡ് വി വിൽ ഗോ ടു ദ ഡേറ്റ് ഓഫ് റൈറ്റിംഗ്. എന്നാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് ഈസ് ഡേറ്റ് ഓഫ് റൈറ്റിംഗ്. ഇത് എഴുതപ്പെട്ട വർഷം അല്ലെങ്കിൽ കാലഘട്ടം. ഓക്കെ. സോ വെൻ വി തിങ്ക് അബൌട്ട് ദ ഡേറ്റ് ഓഫ് റൈറ്റിംഗ്, എന്നാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് ചിന്തിക്കുമ്പോൾ, ദ ബുക്ക് ഓഫ് റെവലേഷൻ വാസ് റിട്ടൺ ടുവേഴ്സ് ദി എൻഡ് ഓഫ് ദ ഫസ്റ്റ് സെഞ്ചുറി AD. ഫസ്റ്റ് സെഞ്ചുറി ADയുടെ ഏറ്റവും അവസാന സമയങ്ങളിലായിരിക്കണം ഈ പുസ്തകം എഴുതിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. Means the book of Revelation was written towards the end of the first century AD, and it is believed that almost during the time of AD 81 to 96. ഏകദേശം AD 81നും 96നും ഇടയ്ക്ക് ഉള്ള സമയത്തായിരിക്കണം ഈ പുസ്തകം എഴുതിയെന്ന് ചിന്തിക്കപ്പെടുന്നു, വിശ്വസിക്കപ്പെടുന്നു. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് വന്നേക്കാം. എങ്ങാലും ഇതാണ് കോമൺ ആയിട്ട് സ്കോളേഴ്സ് വിശ്വസിക്കുന്ന ഒരു ചിന്ത എന്നുള്ളത് മാത്രം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. Now, important portion we are going to look into the purpose of the book of Revelation. ഈ പുസ്തകം എഴുതിയതിന്റെ പർപ്പസ് എന്താണ്, എന്തിനു വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയത്, എന്തുദ്ദേശത്തോടു കൂടിയാണ് ഈ പുസ്തകം എഴുതിയത്. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ. ദ പർപ്പസ് ഓഫ് ദ ബുക്ക് ഓഫ് റെവലേഷൻ എന്ന് പറയുമ്പോൾ, ഈ പുസ്തകം എഴുതിയതിന്റെ എന്താണ് ഉദ്ദേശങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പർപ്പസ് ഓഫ് ദ ബുക്ക് ഓഫ് റെവലേഷൻ, എന്തുദ്ദേശത്തോടു കൂടിയാണ് അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പുസ്തകം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലെറ്റർ അപ്പോസ്റ്റൽ ജോൺ എഴുതിയത്. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ടു ബി റെഡി ഫോർ ദ കമ്മിങ് ഓഫ് ജീസസ്. യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാൻ വേണ്ടി ആ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കാനായിട്ട്, വിശ്വാസികളെ പ്രേരിപ്പിക്കാനായിട്ടും അവരെ പ്രബോധിപ്പിക്കാനുമായിട്ടുമാണ് ഒന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത്. We know how many books are written by Apostle John. Who can say? How many books are written by Apostle John? I appreciate all the youngsters and all the kids, those who are joining in this Bible study this evening. That's very nice. That's very nice. Appreciate everyone. And if there is anyone, you can say how many books are written by Apostle John. You'll have to unmute. Five. Good, thank you. 5 books are written by Apostle John. Okay, 1 gospel and 3 epistles and 1 prophetical book. Okay, 1 gospel, 3 epistles and 1 prophetical book. Okay, so Gospel of John was written so that you may believe. That is an important point. എന്താണ് Gospel of John എഴുതുമ്പോൾ യോഹന്നാൻ ആ ഗോസ്പൽ എഴുതുന്ന സമയത്ത് തൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് സോ ദാറ്റ് യു മേ ബിലീവ്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം. വാട്ട് ടു ബിലീവ്, എന്താണ് വിശ്വസിക്കേണ്ടതെന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ താൻ പറഞ്ഞിരിക്കുന്നത്. ജീസസ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ഹി ഈസ് ദ സൺ ഓഫ് ഗോഡ് ആൻഡ് ടു ഹാവ് ഇറ്റേണൽ ലൈഫ്. ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് അല്ലെ. വായിക്കാമോ? ജോൺ ചാപ്റ്റർ 20 വേഴ്സ് 31. John chapter 20 verse 31.
20:31 വായിക്കാമോ? എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഇംഗ്ലീഷ് ക്ലാസ്. But these are written that you may believe that Jesus is the Christ, the Son of God, and that by believing you may have life in his name. Very good. So when Apostle John was writing his gospel, ഒരു ഗോസ്പൽ എഴുതുമ്പോൾ തൻ്റെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് so that you may believe. നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. What to believe? Believe in Jesus Christ, that Jesus is the Christ and he is the Son of God, and also you have to believe to have eternal life. എന്താണ്? യേശുക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകത്തുള്ളൂ എന്നുള്ള ഒരു ചിന്ത കൊടുക്കാൻ വേണ്ടി യോഹന്നാന്റെ സുവിശേഷത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ ശ്രമിച്ചിട്ടുണ്ട്. അടുത്തത്, 3 epistles are written with the purpose of having the assurance. എന്താണ്? 3 ലേഖനങ്ങൾ യോഹന്നാൻ എഴുതുമ്പോൾ അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്ന് പറയുന്നത് യു മസ്റ്റ് ഹാവ് എൻ അഷ്വറൻസ്. നിങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. വാട്ട് അഷ്വറൻസ്? ദി അഷ്വറൻസ് ഓഫ് സാൽവേഷൻ, അഷ്വറൻസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ, അഷ്വറൻസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് അഷ്വറൻസ് ഓഫ് ഇറ്റേണൽ ലൈഫ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് 3 എപ്പിസ്റ്റൽസ്. ഏതൊക്കെയാണ്? 1 John, 2 John ആൻഡ് 3 John. ഈ 3 എപ്പിസ്റ്റൽസും എഴുതിയിരിക്കുന്നത് ഒരു പർപ്പസോട് കൂടിയാണ്. എന്താണ്? യു മസ്റ്റ് ഹാവ് എൻ അഷ്വറൻസ്, ദി അഷ്വറൻസ് ഓഫ് സാൽവേഷൻ, അഷ്വറൻസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ, അഷ്വറൻസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, ആൻഡ് ഓൾസോ യു മസ്റ്റ് ഹാവ് എൻ അഷ്വറൻസ് ഓഫ് ഇറ്റേണൽ ലൈഫ്. അല്ലേ? രക്ഷയെക്കുറിച്ചും നീതീകരണത്തെക്കുറിച്ചും വിശുദ്ധീകരണത്തെക്കുറിച്ചും പിന്നെ ഇറ്റേണൽ ലൈഫിനെ കുറിച്ച്, നിത്യജീവനെ കുറിച്ചുള്ളതായിരിക്കുന്ന ബോധ്യം, ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഈ ലേഖനങ്ങൾ എഴുതുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ ആഗ്രഹിച്ചു. ഇനി ദ ലാസ്റ്റ് വൺ ഇസ് ദ ബുക്ക് ഓഫ് റെവലേഷൻ. വെളിപ്പാട് പുസ്തകമാണ് അവസാനം എഴുതിയത്. ബുക്ക് ഓഫ് റെവലേഷൻ എഴുതുന്ന സമയത്ത് he was thinking about to be ready or to be prepared for the return of Jesus Christ. Ready for what? For the return of Jesus Christ. That is an important portion that we have to think about, because the first century church and the believers, they were always ready. They were always getting ready for the coming of Jesus Christ, because it was in the beginning of the first century that Jesus told them, and Jesus already promised them that I'm going from here now, but I'll be coming back as soon as you see me. നിങ്ങളെല്ലാവരും എന്നെ കാണുന്നത് പോലെ ഞാൻ വീണ്ടും മടങ്ങി വരും. അന്ന് തൊട്ട് അവരെന്ത് ചെയ്യാണ്? ഈ ശിഷ്യന്മാരും ഈ വിശ്വാസികളും ഒക്കെ കർത്താവിന്റെ വരവ് അപ്പം തന്നെ സംഭവിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. They were expecting the second coming of Jesus or return of Jesus Christ all of a sudden. So that was the reason that these believers on those days, first century believers, first century church people, അവരെന്താ ചെയ്യുന്നത്? ഒത്തിരി ഈഗർലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ കർത്താവ് മടങ്ങി വരും, ഇപ്പം തന്നെ വരാം, വേഗം മടങ്ങി വരാമെന്നല്ലേ പറഞ്ഞേ. അപ്പം ഇപ്പം തന്നെ മടങ്ങി വരും. ഇത്രയും പ്രശ്നങ്ങളും പെർസിക്യൂഷൻസും സഫറിങ്സും ഒക്കെ ഞങ്ങൾ അനുഭവിക്കുമ്പോഴും ഞങ്ങളുടെ കർത്താവ് ഇപ്പം തന്നെ മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷയോടെ അവർ നോക്കിയിരിക്കുകയാണ്. So that's the reason I said in first century, the people of God, the children of God, the believers, they were always ready for his coming, preparing themselves for the coming of Jesus Christ, because they believed that Jesus, who promised that he is going to come soon, will come surely. They were not only waiting for his coming, but they were preparing themselves to be caught up with Jesus Christ. അല്ലേ? അവര് കർത്താവ് വരും എന്ന് മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു, അവരെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരുന്നു. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. അല്ലെ? നമ്മളെ തന്നെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഓക്കെ, സോ ദ മെയിൻ പർപ്പസ് ഓഫ് ദിസ് ബുക്ക് ഈസ് ടു മേക്ക് ദം റെഡി or to prepare themselves for the second coming of Jesus Christ. And what is the second purpose of this book? It is there to encourage the ministers and believers, to encourage the ministers and believers of those churches. Okay, because there is a reason for that, because they were going through various persecutions. എന്താണ്? ഒത്തിരി
കഷ്ടതകളിലൂടെയും പീഡനങ്ങളിലൂടെയൊക്കെ പൊക്കൊണ്ടിരുന്നതായിരിക്കുന്ന സഭയാണ് ഫസ്റ്റ് സെഞ്ചുറിയിലെ സഭ എന്ന് പറയുന്നത്. 1-ാം നൂറ്റാണ്ടിലെ സഭ എന്ന് പറയുന്നത് ഇത്രയും പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള വേറെ ഒരു സഭയിൽ ഇന്നത്തെ സഭയ്ക്കുള്ള പെർസിക്യൂഷൻസ് ഒക്കെ പറഞ്ഞാൽ നത്തിങ്. The sufferings and the persecutions which is happening today in this century, this 21st century, is nothing comparing to the first century persecutions and the sufferings. Okay, so in order to encourage the believers, encourage the ministers and the believers, first of all, they had to encourage the ministers of the churches. അല്ലേ? അതുകൊണ്ടല്ലേ അവിടെ തന്നെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്താണ്? ഈ ചർച്ചുകളിലെ ശുശ്രൂഷകന്മാർക്കാണ് പ്രധാനമായിട്ടും ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലേ? അവിടുത്തെ മിനിസ്റ്റേഴ്സിനാണ് ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത്. കാരണം എന്താ? മിനിസ്റ്റേഴ്സ് ഡിസ്ഗ്രേസ്ഡ് ആയി പോയാല്, മിനിസ്റ്റേഴ്സ് ഡിസപ്പോയിന്റഡ് ആയി പോയാല് ബിലീവേഴ്സും ഡിസപ്പോയിന്റഡ് ആകും. അല്ലേ? അത് ഒരു നാച്ചുറൽ ഫിനോമിനാണ്. അല്ലേ? സോ ടു എൻകറേജ് ദ മിനിസ്റ്റേഴ്സ് ആൻഡ് ബിലീവേഴ്സ് ഓഫ് ദോസ് ചർച്ചസ്, he was writing this letter because they were going through the various persecutions. And also, thirdly, enabling them to face the challenges. Those people in first century, they were going through many challenges in their life. The challenges like എന്തൊക്കെ വെല്ലുവിളികളായിരിക്കും അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അവർ വിശ്വാസത്തിലോട്ട് വന്നു കഴിഞ്ഞ ഉടനെ അവർക്കുണ്ടായിരുന്ന പ്രോപ്പർട്ടി എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. അവർക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം നഷ്ടപ്പെട്ടു. അവരുടെ ഫാമിലി ലൈഫ് പോലും നഷ്ടപ്പെട്ടു. ഫാമിലിയിൽ നിന്നൊക്കെ 1 by 1, the Roman emperors were torturing them. 1 by 1 were killed by the Roman emperors, by the government, because they were preaching gospel and because they were gathering in different places for the church meeting and all. So that was the reason that they were so disappointed. Sometimes they were disappointed and sometimes they were, discouraged. There was nobody to encourage them. അവരൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്, അവരെ സഹായിക്കാനായിട്ട്, എൻകറേജ് ചെയ്യാനായിട്ട് ആരുമില്ലാത്ത ഒരു കാലഘട്ടം. സോ ദേ നീഡ് ടു ഫേസ് ദ ചലഞ്ചസ്. ഫാമിലീസ് ആണെങ്കിലും പേഴ്സണൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആണെങ്കിലും മിനിസ്റ്റേഴ്സ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം? ചലഞ്ചസിനെല്ലാം ഫേസ് ചെയ്യണം പറഞ്ഞു. സോ ദാറ്റ് വാസ് വൺ ഓഫ് ദ റീസൺ ദാറ്റ് അപ്പോസ്റ്റൽ ജോൺ വാസ് റൈറ്റിംഗ് ദിസ് ലെറ്റർ, ടു enable them to face the challenges with having faith and assurance in Jesus Christ. Fourthly, to defend them from false teachings. ഫസ്റ്റ് സെഞ്ചുറി ആണെന്ന് വിചാരിച്ച് അപ്പോസ്റ്റലന്മാരുടെ ആ കാലഘട്ടം അങ്ങോട്ട് ഉള്ള സമയത്ത് തന്നെ എന്തോ കയറാൻ തുടങ്ങി? ഫോൾസ് ടീച്ചിങ്സ് കയറാൻ തുടങ്ങി. അല്ലേ? തെറ്റായ പഠിപ്പിക്കലുകൾ, വ്യാജ ഉപദേശങ്ങളൊക്കെ ദൈവസഭകളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. അന്ന് തൊട്ടേ തുടങ്ങി. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. സോ അങ്ങനെ ഒരു അവസ്ഥയിൽ അവർ വരുമ്പോൾ, when they are facing that challenge also, not only from outside, outside already persecutions are happening, outside already sufferings are happening, they are losing many things, they are losing their family members, they are losing their properties. അല്ലെ? അവർക്കുണ്ടായിരുന്ന സകലവും നഷ്ടപ്പെട്ട, പുറത്തു നിന്നുള്ളതായിരിക്കുന്ന പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ തന്നെ, at the same time, there were some kind of false teachers coming inside the church, and they were bringing new teachings and new doctrines into the church, and they were not able to, they were not able to tolerate all these things, the false teachings. So that was one of the reason that Apostle John was encouraging those people that you have to remember all these things, what I am writing for you, to be strong in faith. Okay, so that is the importance of this letter and purpose of this letter. So we will have to go through many portions in the future days, but at the same time, one more thing I will give you, the importance of letters or epistles. എന്താണ് ഈ കത്തുകളുടെയും ലേഖനങ്ങളുടെയൊക്കെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, അത് മാത്രം പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകും. സോ ആഫ്റ്റർ ദിസ് പോയിന്റ്, explaining this point, John sir will pray and conclude our Bible study today. So importance of letters and epistles. എന്താണ് ഒരു കത്തിന്റെ പ്രാധാന്യത എത്രത്തോളം ഉണ്ട്? We know that how many books are there in the New Testament? 27 books are there. How many epistles or how many letters are there in New Testament? That 21 because of lack of time. 21 letters are there. Okay, 21 letters are there. Okay, Romans through Jude,
and 4 Gospels are there, 1 historical book is there, 21 letters are there, 1 prophetical book is there in the New Testament. അല്ലേ? അപ്പം ഈ ന്യൂ ടെസ്റ്റ്മെന്റിലുള്ളതായിരിക്കുന്ന 27 പുസ്തകങ്ങളിൽ ആമേൻ എത്ര ലെറ്ററുകളാണ് ഉള്ളത്, എത്ര എപ്പിസ്റ്റൽസാണ് ഉള്ളത്, എത്ര ലേഖനങ്ങളാണ് ഉള്ളത്? 21 ലേഖനങ്ങളാണ്. See what is the importance of the letters in Bible? അല്ലേ? ഒരു പ്രോഫറ്റിക്കൽ ബുക്കേ ഉള്ളൂ, ഒരു ഹിസ്റ്റോറിക്കൽ ബുക്കേ ഉള്ളൂ, 4 ഗോസ്പൽസേ ഉള്ളൂ. പക്ഷെ 21 കത്തുകളാണ് ഉള്ളത്, ലെറ്റേഴ്സാണ് ഉള്ളത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ലെറ്റേഴ്സ്, there are 21 letters in the New Testament. Letters of Paul, Titus, James, Peter, Apostle John and Jude. Majority of the books of the New Testament are letters. Like, you can say out of 27, only 6 are not known as the letters or epistles. Otherwise, all of them are known as epistles. Because there is a reason for that. Letters were so precious in olden time. Now we have all modern technologies and communications and everything. We have lot of communication technologies are there. But on those days, the olden days, in first century, the letter was only thing that they were able to make communication with other people. ലെറ്റർ എഴുതി അയക്കുക, അത് തന്നെ ഈസി ഒന്നും അല്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ലെറ്റർ എവിടെന്തെങ്കിലും കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ഹാപ്പി ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. Okay, I'll give you my personal experience while I was studying in Bible college. Sometimes, when I'm studying in Bible college, എൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് ആദ്യം പോയ സമയത്തൊക്കെ ഉണ്ടല്ലോ ഭയങ്കര വിഷമമായിരുന്നു മനസ്സിനെ. അറിയോ, സംടൈംസ് ഐ ഫീൽ ഹോം സിക്നെസ്. നമുക്കൊക്കെ വീട് വിട്ട് നമ്മൾ പോകുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാകും അല്ലേ? ആ സമയത്തൊക്കെ ഉണ്ടല്ലോ, there is nobody to support or nobody to help, feeling lonely. But when I get a letter from my home or when I get a letter from somebody, I'm so happy. I'm so happy because there is nobody to help me. There is nobody to send letters. When I'm getting a letter, I'm so happy. And, we still keep the letter of my sister, Jessie Mama from Tennessee. I still keep that letter which I got while I was studying in Bible college. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് കിട്ടിയ ലെറ്റർ ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ആൻഡ് വേറൊരു കാര്യം കൂടെ ഉണ്ട്. സംടൈംസ് വൺ ഓഫ് മൈ അങ്കിൾസ്, he used to visit that Bible college once in a while. When he comes, he's coming for other purposes or some meetings or council meeting or something, but he used to give me 50 rupees. 50 രൂപ തരും. ഒരു അങ്കിള്, എൻ്റെ ഒരു ഉപ്പാപ്പനാണ്, അദ്ദേഹം അവിടെ വരുന്ന ഉടനെ ഒരു 50 രൂപ തരും. I used to wait for that. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുക. കാരണം ആ അങ്കിൾ വന്നു കഴിഞ്ഞാൽ ഒരു 50 രൂപ എനിക്ക് കിട്ടും. 50 രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് എന്തോ ഉണ്ട് അല്ലേ? അപ്പം ഒരു half of a dollar ഉള്ളൂ അല്ലേ? അപ്പം നിങ്ങൾ ഓർത്ത് നോക്കിക്കുക, അത്രയും ഞാൻ ലെറ്ററിന് വേണ്ടി, അല്ലെങ്കിൽ ഒരാളൊരു ലെറ്റർ അയക്കുന്ന ഉടനെ അത് വായിക്കാനായിട്ട്, അല്ലെ, നമുക്കൊക്കെ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ലെറ്റർ വരുന്ന ഉടനെ വായിക്കാൻ ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കും അല്ലേ? സോ ഇത് തന്നെയായിരുന്നു എന്ത്, ഈ ലെറ്റർ കിട്ടുന്ന ഉടനെ ഇവർക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞത്. The churches were under severe persecution in first century by the Roman Empire. അല്ലേ? റോമൻ എംപയറിന്റെ കാലത്ത് ഭയങ്കരമായിട്ട് സഭ എന്ത് ചെയ്യാണ്, പീഡനങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. So when they received this letter of comfort and the letter of encouragement, they were so excited. They might have said that, hey, our dear brother John, our dear pastor, minister John, he's in Patmos and he's writing a letter from there, even though he is alone there and in a pandemic situation, in a panic situation, because they had nobody to encourage them. Amen. So that was the reason that we have to understand, all these people were so much encouraged by receiving the letter from Apostle John. So knowing that Apostle John was writing this letter from the Patmos, because even though there was nobody to help him, അവിടെ അവനെ സഹായിക്കാൻ ആരുമില്ല, അവന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. പക്ഷെ അവന് മനസ്സിലായി, അവൻ ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്. Receiving that word of God, receiving the visions from God, I am able to write for
ദ പീപ്പിൾ ഓഫ് ഗോഡ്. ദൈവജനത്തിന് വേണ്ടി ഞാനിത് എഴുതി അയക്കാൻ പോകുകയാണ്, അവരെ എൻകറേജ് ചെയ്യാൻ പോവുകയാണ്. സോ ലെറ്റ് us also receive that encouragement from the word of God this evening time as we were going through the introduction of the book of Revelation. അല്ലേ, ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു തുടക്കം മാത്രം, നമ്മുടെ ഒരു ആമുഖം മാത്രം കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനിടയായി തീർന്നു. നമുക്കും കർത്താവിൽ ആശ്രയിക്കാം, നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. I would request amen, dear John Sir to lead us in prayer now, amen, for the blessing of every one of us. And also just to remember our Stephen Uncle and Elizabeth Andy, they are traveling to New York this weekend, and also Pastor PC Abraham and Molly Andy also traveling this weekend. So let us pray for all those people and bring baby Molandi also in the mighty hand of God, and bring everyone in the mighty hand of God. Those who are sick and those who are not feeling well, let's bring everyone in the mighty hand of God. Every family is in the mighty hand of God. And also, as our all school going kids have already started their schools and reopened the schools, let's pray for them so that God will protect them wherever they are, and as they are going to the school and coming in from there. So let us bring everyone in the mighty hand of God and surrendering our life in the presence of God according to the word of God. I would request John Sarangal to lead us in prayer now. Praise the Lord.